ബി വി രാജേഷ് പൊളിച്ചടുക്കുകയാണ്. അതായത് കോർപ്പറേഷനെ ഇതുവരെ ഭരിച്ച് മുടിപ്പിച്ച ആര്യ രാജേന്ദ്രൻ അല്ല ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് നടപ്പിലാക്കാനും തിരുവനന്തപുരത്തിന്റെ വികസന പ്രവർത്തനത്തിനും ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ചാണ് മേയർ ഇറങ്ങുന്നത്. അപ്പോൾ ഈ തിരുവല്ലയിൽ നടന്ന ഒരു സ്പായുമായി ബന്ധപ്പെട്ട വിഷയം അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. സ്പായിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇപ്പോഴും അവ്യക്തമായ കാര്യങ്ങൾ. പോലീസുകാർക്ക് വരെ സ്പായിൽ പിന്നെ എന്താ പറയുക, പോലീസുകാർ വരെ സ്പാ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വാർത്തകളൊക്കെ വന്നു. ഈ തിരുവനന്തപുരത്തെ അനധികൃതമായ സ്പാകൾ അടച്ചുപൂട്ടാനും സ്പാകളിൽ കൃത്യമായ അന്വേഷണം നടത്താനും പോലീസിനോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ പോലീസിന്റെ കൂടി പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് മേയർ പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ തെരുവ് നായ ശല്യം അടക്കമുള്ള കാര്യങ്ങളിൽ മേയറുടെ കൃത്യമായ ഇടപെടലുണ്ട്. മേയർ രണ്ട് കൽപ്പിച്ച് തന്നെയാണല്ലേ. അതായത് തിരുവനന്തപുരത്തിന്റെ ഭരണം ഇനി അങ്ങോട്ട് ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ തരത്തിലുള്ള ഭരണം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മറ്റൊരു നരേന്ദ്രമോദിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നത്. നരേന്ദ്രമോദിയുടെ പ്രതിനിധി നരേന്ദ്രമോദിയാവാൻ പറ്റാനുള്ള സമയം കഴിഞ്ഞു. പോട്ടെ. അതെ, പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ചോദിച്ചല്ലോ, ഈ പോലീസ് ആണോ ഈ പോലീസ് സ്പാകൾ നടത്തുന്നുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ, എന്നൊരു സംശയം പ്രകടിപ്പിച്ചല്ലോ. പോലീസാണ് എല്ലാ സ്പാകളും കേരളത്തിൽ നടത്തുന്നത്. പോലീസാണ് കേരളത്തിൽ എല്ലാ സ്പാകളും നടത്തുന്നത്. പോലീസുകാരെല്ലാം കൂടെ വന്ന് അടിക്കുവോ? അങ്ങനെയല്ല സംഭവം. എന്ന് പറഞ്ഞാൽ ഇതിൽ മിക്കതും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. സ്പാ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? മസാജ് ചെയ്ത് ശരീരത്തിന് കുറച്ച് ഊർജ്ജം നൽകാൻ വേണ്ടി, ഉന്മേഷം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് സ്പാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? സ്പാ ചികിത്സ. പക്ഷേ ഇവിടെ ഉന്മേഷം മാത്രമല്ല നൽകുന്നത്, പലയിടത്തും ശരീരം തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് തിരുവല്ല സംഭവത്തിന് ശേഷം. പുരുഷന്മാരുടെ സ്പാ എന്നുള്ള രീതിയിൽ യൂണിസെക്സ് സ്പാ എന്ന് വിചാരിച്ചോളൂ. അവിടെ യൂണിസെക്സ് അല്ല, 2 സെക്സും ഉണ്ട്. ഒരു പുരുഷൻ അവിടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സ്ത്രീയെ സ്ഥിരമായിട്ട് 10-15 ദിവസത്തേക്ക് അവൻ്റെ ഇരയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സപ്ലൈ ചെയ്യുന്ന സംവിധാനങ്ങൾ തിരുവല്ലയിൽ തന്നെയുണ്ട്. തിരുവല്ലയിൽ 10-15 സ്പാകൾ ഉണ്ട് മൊത്തത്തിൽ. അതിൽ 3 മാത്രമാണ് യഥാർത്ഥത്തിൽ അംഗീകാരം അല്ലെങ്കിൽ പെർമിറ്റ് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ. ബാക്കിയെല്ലാം അനധികൃതമായിട്ട് നടക്കുക. ഈ സംഭവം നടന്ന സ്പായും അക്കൂട്ടത്തിൽ ഒരെണ്ണമാണ്. അതിൻ്റെ ഉടമയായിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ സഞ്ജയ് പറയുന്നത് പോലീസിന്റെ കളിയാണ് അവിടെ നടന്നതെന്നാ. ഈ കളി എന്താണെന്നറിയാമോ? അതായത് ഈ സ്പാകൾ അനാശാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ പോലീസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ പിടിച്ച് സ്റ്റേഷനിലിടണോ, കേസ് ചാർജ് ചെയ്യണോ, എന്താ വേണ്ടതെന്ന് ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോൾ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇത്ര രൂപ തരാൻ പറയും. അത് പടിപടിയായിട്ട് മാസപ്പടിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലീസിന്. തിരുവല്ലയിലെ സംഭവം അതാണ്. അതുകൊണ്ടാണ് കൂണുകൾ പോലെ അവിടെ സ്പാകൾ പോലീസ് കണ്ണടച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉടമയായിട്ടുള്ള സഞ്ജയ് പറയുന്നത് ഇതൊരു കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രവർത്തനമാണെന്നാണ് തൻ്റെ സ്പായിൽ നടന്നത്. മഞ്ഞാടിയിലാണ് ആ സ്ഥാപനം നടക്കുന്നത്. ആ മഞ്ഞാടിയിലെ സ്ഥാപനത്തിലേക്ക് കൊട്ടേഷൻ സംഘം വന്നത് പോലീസ് ക്ഷണിച്ചു വരുത്തിയതാണ്. എന്തെന്ന് വെച്ചാൽ പോലീസിന് അവിടുന്ന് മാസപ്പടി കിട്ടിയില്ലാത്തതിൻ്റെ പേരിൽ എന്നാണ് പറയുന്നത്. അവിടെ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള ആളവിടെ വന്ന് അന്വേഷിക്കുകയും ഇങ്ങനെ മാസപ്പടി വാങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പാകളിൽ നടക്കുന്ന ശരിയായിട്ടുള്ള മസാജ് അല്ല നടക്കുന്നത്, അത് ശരിയായിട്ടുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഫ്രീ സെക്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പാ എന്ന മറവിലാവുമ്പോൾ അതിൻ്റെ കെയർ ഓഫ് ഉണ്ടോ? ഞാൻ സ്പായിൽ പോയതാ, നമ്മളിപ്പോൾ ആരോഗ്യം നോക്കാൻ വേണ്ടി പോയതാ, അതല്ല സംഭവം ഈ കെയർ ഓഫിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേശ്യാലയങ്ങളുണ്ടല്ലോ, ബ്രോത്തൽസ്, അവിടെയൊക്കെ ഫീസിനേക്കാൾ വളരെ കൂടിയ ഫീസാണ് ഇവിടെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആധുനിക സൗകര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പുത്തനംതിട്ടത്തുള്ള ഉണ്ടായിരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥയിലല്ലല്ലോ ഇവരുടെ സമൂഹത്തിൽ കൂടുതൽ ഗ്ലാമറും അതുപോലെ തന്നെ സൗകര്യങ്ങളുള്ള പാർലറുമാണ്. ആ രീതിയിലാണ് അവിടെ കച്ചവടം പൊടി പിടിക്കുന്നത്. അങ്ങനെയാണ് കൂടുതൽ സ്പാകൾ
അത് വലിയ ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ള വ്യാജേന ഉയർന്നു പൊന്തിക്കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്ത് അധികം സ്പാകൾ ഞാൻ കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് പാവപ്പെട്ട സ്ത്രീകൾ ഇപ്പം അതില്ല. പുത്തരിക്കണ്ട മൈതാനത്ത് ഇങ്ങനെ പുരുഷന്മാരെ ക്ഷണിച്ചു വരുത്താൻ വേണ്ടിയിട്ട് പാവപ്പെട്ട അമ്മമാർ ഗതിയില്ലാതെ മക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനുള്ള അരി വാങ്ങിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ അതല്ല, സമൂഹത്തിൽ വരേണ്യമായ സ്ഥാനവും ഗ്ലാമറും അതുപോലെ പണവും ധനവും കാറും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പാ പ്രവർത്തനമാണ് ഉടമകൾ നടത്തുന്നത്. പക്ഷെ അവിടുത്തെ തൊഴിലാളികളുടെ കാര്യം വളരെയധികം അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നവരുമാണ്. ഈ മഞ്ഞാടിയിലെ സംഭവത്തിൽ തന്നെ 3 മണിക്കാണ് ഈ കൊട്ടേഷൻ സംഘം കയറി വരുന്നത്. കൊട്ടേഷൻ സംഘം കയറി വന്നിട്ട് അതിൽ പെൺകുട്ടിയുടെ കഴുത്തിന് കത്തി വെച്ചുകൊണ്ട് അവളെ പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യുകയാണ്. അത് പോരാഞ്ഞിട്ട് ഒരു കസ്റ്റമറെ, ഒരു പുരുഷനായ കസ്റ്റമർ വന്നു അവിടെ. അപ്പോൾ ബൈസെക്ഷൽ ആണെന്ന് കരുതാം. അയാൾ വന്നപ്പോൾ അയാളെ വിവസ്ത്രനാക്കി പൂർണ്ണമായിട്ടും ഒരു വസ്ത്രവും നൂൽബന്ധമില്ലാതാക്കി ഈ സ്ത്രീയുടെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഫോട്ടോയും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവളെ മാത്രം വിവസ്ത്രയാക്കിക്കൊണ്ട് ഇവളുടെ മുഴുവൻ ഫോട്ടോയും എടുത്തിട്ട് ഇതെല്ലാം ഞാൻ പബ്ലിക്കിലാക്കി, ഇപ്പം തന്നെ ഇത് ഏറിപ്പോയി തുടങ്ങും, അതുകൊണ്ട് നീ എനിക്ക് 30,000 രൂപ തരാനുണ്ട് നിൻ്റെ ഉടമ, അതുകൊണ്ട് ഇപ്പം താ എന്നും പറഞ്ഞാണ് കത്തിമുന കാട്ടിയത്. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞതിനാണ് അയാൾ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തത് എന്നും പറയുന്നു. അത്രമാത്രം ട്രോമയാണ് ആ പെൺകുട്ടി അനുഭവിക്കുന്നത്. ഇത് നമുക്കറിയാം. എന്നിട്ട് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, അവിടെയുള്ള ഒരു കസ്റ്റമറായ പെൺകുട്ടി ഇവരെ പരിചയമുള്ളതുപോലെയാണ് സംസാരിച്ചത്. അപ്പോൾ മുൻകൂട്ടി ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് അവിടെ നടന്നത് എന്നാണ് ആ ഇരയായ അതിജീവിതയായ കുട്ടി ആരോപിക്കുന്നത്. ആ തരത്തിലൊരു സംഭവമാണ് അവിടെ നടന്നത്. തിരുവനന്തപുരത്ത് ഇങ്ങനെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്പാ എന്ന് എഴുതിയിരിക്കുന്ന ധന്യം കണ്ടിട്ടുണ്ടോ ബോർഡുകൾ? അധികം തിരുവനന്തപുരത്ത് അങ്ങനെ. അവിടെ ആയുർവേദ മസാജ് പാർലറുകൾ ഉണ്ടാവാം, ആയുർവേദ ചികിത്സ നടത്തുന്നിടത്തും ഉണ്ടാവാം, കോവളത്തും ധാരാളമായിട്ടുണ്ട്. അവിടെയും മറ്റെന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ സ്പാ എന്നെഴുതിയ ബോർഡുകൾ തിരുവനന്തപുരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമല്ല. പിന്നെ മേയറുടെ കാര്യം പറഞ്ഞത്, മേയർ എന്തായാലും മിടുക്കനാണ്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് KSRTC ബസ്സുകൾ ഗണേശിൽ നിന്ന് പിടിച്ചു വാങ്ങി. പിടിവാശിയോടെ കൊടുക്കില്ല എന്ന് പറഞ്ഞ ഗണേശിനെ കമിഴ്ത്തി അടിച്ചുകൊണ്ട് ആ തിരുവനന്തപുരം സിറ്റിക്ക് അനുവദിച്ചിരുന്ന ഇലക്ട്രിക് ബസ്സുകൾ മുഴുവൻ ആ തിരുവനന്തപുരത്തേക്ക് പിടിച്ചു വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. പേരൻസിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെയും ഒരു കേന്ദ്രം കൂടിയാണ് പല സ്പാകളും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ മയക്കുമരുന്നിനും അതുപോലെ തന്നെ വ്യഭിചാരത്തിനും അടിമകളായി ഇല്ലാത്ത ഗുഹ്യരോഗങ്ങളുമായിട്ടും വീട്ടിലേക്ക് തകർന്നു വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.